ബാങ്കോക്കിലെ ഗ്രാൻഡ് പാലസിലേക്ക് ഞങ്ങളൊരു ടുക്കിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആട് സിനിമയിൽ പറഞ്ഞതുപോലെ പറപ്പിച്ച് വിടുവാ. ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇത്രയും സ്പീഡ് ഉണ്ടെന്ന് തോന്നില്ല. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയായിരുന്നു ഇവർ വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ തായ്ലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ടുക്ക് റൈഡ് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ടുക്കിൽ നമ്മൾ നല്ലോണം ബാർഗെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് വാങ്ങും. ഒരു ടാക്സി വിളിക്കുന്നതിനേക്കാളും കൂടുതൽ റേറ്റ് ഇവർ വാങ്ങുന്നുണ്ട്. ടുക്ക് റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഗ്രാൻഡ് പാലസിലേക്ക് എത്തി. ഗ്രാൻഡ് പാലസിലെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് 500 തായ് ബാത്താണ് ഒരാൾക്ക് വരുന്നത്. 120 സെൻറ്റിമീറ്ററിന് താഴെയുള്ള മക്കൾക്ക് അവിടെ വേറെ പ്രത്യേകമായിട്ട് ചാർജൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ 2 പേർക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടും ഈ ഗ്രാൻഡ് പാലസിലെ ടിക്കറ്റ് എടുക്കാം. ക്ലൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതുവഴി നമുക്ക് തായ്ലൻഡിലെ മുഴുവൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും ടിക്കറ്റ് നമുക്ക് അതുവഴി എടുക്കാം. അതിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഓഫർ ഉണ്ട്. പക്ഷേ ഈ ഗ്രാൻഡ് പാലസിലെ ടിക്കറ്റ് നമ്മൾ നേരിട്ട് വന്നിട്ട് എടുത്തതായിരുന്നു. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറി. ഗ്രാൻഡ് പാലസ് അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഗ്രാൻഡ് പാലസ് എന്ന് പറയുന്ന ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ മുഴുവൻ കാഴ്ചകളും. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ ഒരു അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു ഇവിടുത്തെ ഓരോ കാഴ്ചകളും കണ്ട്. ബാങ്കോക്കിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, അത് ഗ്രാൻഡ് പാലസ് ആണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു കൊട്ടാരത്തിൽ എത്തിയ അതുപോലത്തെ ഫീലിംഗ്, എല്ലാം ഭയങ്കര പെർഫെക്ഷനിൽ അവർ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡ്രസ് കോഡാണ്. നമ്മളെ ഷോൾഡറും മുട്ടൊക്കെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇതിനകത്തേക്ക് വരാൻ. അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ സാധിക്കില്ല. എന്തെങ്കിലും കാരണത്താൽ നമ്മൾ പ്രോപ്പർ ഡ്രസ് കോഡിലല്ല ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ ഈ വസ്ത്രങ്ങൾ നമുക്ക് റെൻറ്റിന് കിട്ടും. നമ്മൾ ഇതെല്ലാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവിടെ തന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സംഖ്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെൻറ്റിന് കിട്ടും. ഏറ്റവും നല്ലത് നമുക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ഡ്രസ് കോഡ് ധരിച്ച് വരുന്നത് തന്നെയാണ്. ഒരുപാട് സമയം ഇതിനകത്ത് നടന്ന് കാണേണ്ട കാഴ്ചകളുണ്ട്. പിന്നെ 3:30 ആകുമ്പം ഈ ടെമ്പിളെല്ലാം ക്ലോസ് ചെയ്യും. ടെമ്പിളും ഗ്രാൻഡ് പാലസും ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു തീർക്കണം. ഞങ്ങൾ ഏകദേശം ഒരു 2 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ തന്നെയായിരുന്നു ഇതെല്ലാം വിസിറ്റ് ചെയ്തത്. ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് സ്പീഡാക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ലഗേജ് ഒന്നും എടുക്കാതെ നമുക്ക് വളരെ അത്യാവശ്യത്തിനുള്ള സംഭവങ്ങൾ മാത്രം എടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ ഇതും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ കൂടുതലും ഗോൾഡൻ ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ഭാഗവും നമുക്ക് ഭയങ്കര ഒരു കലാസൃഷ്ടി തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇതിനകത്ത്. ഇത് തായ്ലാൻഡ് രാജാക്കന്മാരുടെ ഒരു പഴയ റെസിഡൻസ് ആയിരുന്നു. അങ്ങനെയാണ് ഇതിന് ഗ്രാൻഡ് പാലസ് എന്ന് പേരും വരുന്നത്. വാട്ട് ഫ്രാ ക്രോ എമറാൾഡ് ബുദ്ധ ടെമ്പിൾ, ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇതിനകത്തേക്ക് ക്യാമറ കയറ്റില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫിയൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം, ഭയങ്കര ഡീസൻ്റ് ആയിട്ട് വേണം ഇവിടെ നമ്മൾ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതിനകത്ത് തന്നെ ഇവർ ആരാധിക്കുന്ന ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു കാര്യം നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. തായ് സ്റ്റൈലിലാണ് ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ സ്റ്റൈലിൻ്റെയും യൂറോപ്യൻ ആർക്കിടെക്ചറിൻ്റെയും ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസും ഉണ്ട് ഇതിനകത്ത്. ഇവിടുത്തെ ഗോൾഡൻ റൂഫും ഗ്ലാസ് മൊസൈക്കും ഒക്കെ ഈ സൺലൈറ്റിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന കാഴ്ച, അതൊരു അടിപൊളി ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നമ്മൾ എവിടെ ക്യാമറ വെച്ചാലും കിഡിലൻ ഫ്രെയിമായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല.
തായ്ലൻഡിൽ ബാങ്കോക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മിസ്സ് ചെയ്യാതെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ ഗ്രാൻഡ് പാലസ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം. 3:30 വരെയുള്ള ഇവിടെ ഓപ്പണിംഗ് ടൈം. അപ്പോൾ വൈകുന്നേരം 3:30 ആയപ്പോൾ നമ്മൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി. ഇപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് വാഡ് ഫ്രോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് 7:30 വരെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് പാലസിൽ നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ വാഡ് ഫ്രോയിലേക്ക്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഗ്രാൻഡ് പാലസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തായാലും കയ്യിൽ കരുതേണ്ട ഒന്നാണ് വാട്ടർ. വെള്ളം എന്തായാലും നമ്മൾ കയ്യിൽ കരുതണം. കാരണം ഇവിടെ നല്ല ചൂടായിരുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ഇവിടെ. ഗ്രാൻഡ് പാലസിൽ നിന്ന് കുറച്ച് ദൂരം നടന്നതിന് ശേഷം ഞങ്ങൾ വാഡ് ഫോയിലെത്തി. വാഡ് ഫോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് അവിടുത്തെ 46 മീറ്റർ നീളമുള്ള ഒരു ഭീമൻ ബുദ്ധ പ്രതിമയാണ്. അതാണ് വാഡ് ഫോ എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾക്ക് 300 തായ് ബാത്താണ് എൻട്രി ഫീ ആയിട്ട് വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 46 മീറ്റർ നീളമുള്ള ഭീമൻ ബുദ്ധ പ്രതിമ. ഈ പ്രതിമക്കാണ് ഇവിടെ വാഡ് ഫോ എന്ന് പറയുന്നത്. ബാങ്കോക്കിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണിത്. ഗ്രാൻഡ് പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഇങ്ങോട്ടേക്കുള്ളൂ. ഇവിടെ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ്. ഡ്രസ് കോഡ് ഉണ്ട് ഇവിടെ. നമ്മളെ ഷോൾഡറും കാൽമുട്ടും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചിരിക്കണം. അപ്പോൾ അത് നമ്മൾ ബാങ്കോക്കിലല്ല, തായ്ലാൻഡിലെ ഏതൊരു ടെമ്പിളിൽ സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ എല്ലാം ഈ ഒരു ഡ്രസ് കോഡ് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് ആ ഒരു രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ച് വന്നാൽ നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ബുദ്ധയുടെ കാലിൽ മദർ ഓഫ് പേൾ ഡിസൈൻസ് ആണ്. മുഴുവൻ സ്റ്റാച്ചുവും ഗോൾഡ് ലീഫ് ഫിനിഷുമാണ്. ടെമ്പിളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഉണ്ട്. 108 ബ്രൗൺസ് ബോൾസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് കോയിൻസ് ഇടുന്നത്. ഈ കോയിൻസ് നമുക്ക് അവർ തന്നെ 20 തായ് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കോയിൻസ് തരും. അപ്പോൾ ഈ ഓരോരോ ബോൾസിലും ഇടുന്നത് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയും നമുക്കൊരു ഗുഡ് ലക്കും വരുന്നതാണ് വിശ്വാസം. ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇവിടെ മുഴുവൻ ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രതിമയുടെ നീളം എന്ന് പറയുന്നത് 46 മീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 15 മീറ്ററാണ്. അപ്പോൾ നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു. വാഡ് ഫോയിൽ കയറിയപ്പോൾ നമ്മൾ വിചാരിച്ചു, കയറി ഈ സ്റ്റാച്ചു ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ, ഈ ഒരു വാഡ് ഫോ സ്റ്റാച്ചു കണ്ടു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയാണ് ഇതൊരു വിശാലമായിട്ടുള്ളൊരു ലോകമെന്ന് മനസ്സിലായത്. വലിയൊരു ടെമ്പിൾ കോംപ്ലക്സ് തന്നെയാണ് ഈ വാഡ് ഫോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്തൂപങ്ങൾ, പീസ്ഫുള്ളായിട്ടുള്ള കോർട്ട് യാർഡുകൾ, ട്രഡീഷണൽ തായ് ആർക്കിടെക്ചർ, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ഒരുപാട് ബുദ്ധകൾ, പല രീതിയിലുള്ള ബുദ്ധ സ്റ്റാച്യൂസ് വാഡ് ഫോയിൽ. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് തായ് മസാജ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തായ് മസാജ് സ്കൂൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തായ് മസാജ് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ ഇവിടുത്തെ മസാജ് എന്ന് പറയുന്നത് ഒരിച്ചിരി എക്സ്പെൻസീവാണ്. പക്ഷേ ഓതൻറ്റിക് ആയിട്ടുള്ള നമുക്ക് ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു മസാജാണ് ഈ വാഡ് ഫോയിലെ തായ് മസാജ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാഡ് ഫോ എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ളൊരു ലോകമാണ്. അപ്പോൾ നമുക്കിവിടെ ഉള്ള എക്സ്പീരിയൻസ് എല്ലാം വളരെ യൂണിക്കാണ്. നമ്മൾ ബാങ്കോക്കിൽ തായ്ലാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് വാഡ് ഫോ. 300 തായ് ബാത്ത് കൊടുത്തിട്ട് ഇവിടെ നമുക്കത് വർത്താണോ എന്ന് ചോദിച്ചാൽ 100% പറയാം. ഡെഫിനറ്റായിട്ട് നമുക്ക് പറയാം ഇവിടെ 100 തായ് ബാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നഷ്ടമില്ല. അതിനും മാത്രം കാണാനുള്ള കാഴ്ചകൾ ഇതിനകത്തുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഞങ്ങൾ എത്തിച്ചേർന്നത് ഇതിനകത്തുള്ള ഒരു ടെമ്പിളിലാണ്. അപ്പോൾ നമ്മൾ ടെമ്പിളിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ആ പ്രാർത്ഥന നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അത്.
ഇവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ നമുക്ക് മൈൻഡൊക്കെ ഭയങ്കര കൂളായി, ഒരു പ്രത്യേക ഒരു എനർജിയൊക്കെ കിട്ടിയ പോലെ തോന്നി. അപ്പോൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടാണ് ഞങ്ങൾ അടുത്ത കാഴ്ചകളിലേക്ക് നീങ്ങിയത്. നമ്മൾ ഗ്രാൻഡ് പാലസ് പറഞ്ഞ പോലെ ഇവിടെ എവിടെ ക്യാമറ വെച്ചാലും കിഡിലം ഫ്രെയിമാണ്, ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസൊക്കെ ഇവിടുന്ന് നമുക്ക് എടുക്കാം. ഇവരുടെ ആർക്കിടെക്ചറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരുപാട് സമയം നമ്മൾ വാട്ട്ഫോയിൽ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഇവിടുന്ന് നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കരിക്ക് വിൽക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഒരു കരിക്ക് വാങ്ങി. അപ്പോൾ നമ്മൾ തായ്ലൻഡിൽ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ തായ്ലൻഡിലെ കരിക്കിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. ഇവിടുത്തെ കരിക്കിന് ഒരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര മധുരമുള്ള കരിക്കാണ് ഇവിടെ. നമ്മളെ നാട്ടിലെ കരിക്കിൻ്റെ പോലെയല്ല, ടേസ്റ്റും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കരിക്ക്. അപ്പോൾ തായ്ലൻഡിൽ വരുന്നവർ മസ്റ്റായിട്ടും കരിക്കൊന്ന് ട്രൈ ചെയ്യുക. അങ്ങ് ദൂരെ ആ സ്വർണ്ണ നിറത്തിൽ കാണുന്നതാണ് വാട്ടരുൺ ടെമ്പിൾ. ബാങ്കോക്കിൽ സൺസെറ്റ് കാണാൻ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, ഈ റിവർ സൈഡിൽ നിൽക്കുന്ന ഈ ഒരു ടെമ്പിൾ. നമ്മളിപ്പം കാണുന്ന ഈ ഒരു റിവറിൻ്റെ പേരാണ് ചാവോഫ്ര റിവർ. അപ്പോൾ ഈ റിവർ കടന്നിട്ട് വേണം ബോട്ടിലൂടെ അല്ലെങ്കിൽ ഫെറിയിലൂടെ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് വാട്ടരുണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഫെറി സർവീസ് ഉണ്ട്. 5 തായ് ബാത്താണ് ഈ ഫെറി സർവീസിൻ്റെ ചാർജായിട്ട് വരുന്നത്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഫെറി വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ചാവോഫ്ര റിവറിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര എന്ന് പറയുന്നത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. 200 തായ് ബാത്താണ് ഇവിടെ എൻട്രി ഫീ ആയിട്ട് വരുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ ഓപ്പണിംഗ് ടൈം. ഈ ഒരു ടെമ്പിൾ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെമ്പിളിൽ പോകുമ്പോഴും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഡ്രസ് കോഡ് തന്നെയാണ്. അപ്പോൾ അത് എല്ലാ ടെമ്പിളിലും ഞാൻ മുൻപ് പറഞ്ഞ പോലെ ബാങ്കോക്കിൽ അല്ലെങ്കിൽ തായ്ലാൻഡിൽ എല്ലാ ടെമ്പിളിൽ പോകുമ്പോഴും നമുക്ക് ഈ ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരിക്കണം. വാട്ടരുണ് ഈവനിങ്ങിൽ കാണുമ്പോൾ നമുക്കൊരു നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ്. സൺസെറ്റിൻ്റെ ആ ഒരു കളറ്, ടെമ്പിളിൻ്റെ ലൈറ്റ്, അതിങ്ങനെ ഈ ഒരു റിവറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ആ ഒരു കാഴ്ച നമുക്ക് എന്തായാലും മസ്റ്റായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട അടുത്തൊരു കാഴ്ചയാണ് ഈ വാട്ടരുൺ എന്ന് പറയുന്നത്. വാട്ടരുണിൻ്റെ പുറത്തുള്ള കാഴ്ചകളോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അപ്പം ഞങ്ങളെ തായ്ലൻഡിലെ എക്സ്പീരിയൻസും പുതിയ കാഴ്ചകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.